എടി പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ച് എന്തിനാണെന്നറിയോ? ഇന്നാളില് രാത്രി നമ്മളിൽ ഉണ്ടാക്കിയില്ലായിരുന്നോ ഒരു ദിവസം? കുക്കർ ചിക്കൻ അഞ്ചു എല്ലാം കൂടെ വന്നപ്പോ ഒരു ദിവസം കുക്കർ ചിക്കൻ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. അത് ഇപ്പൊ ഇന്ന് നമുക്ക് രാത്രി ഉണ്ടാക്കാമല്ലോ. ഈ സമയത്തോ? അത് സാരമില്ല. ഇതിപ്പോ എന്തോ ഉണ്ടെങ്കി വാ. ഷോപ്പ് ഉണ്ടോന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഓക്കെ, ശരി. നമ്മുടെ മാർക്കറ്റ് നമുക്ക് ചിക്കൻ വാങ്ങിക്കാം. നമ്മുടെ ചിക്കൻ കട, നമുക്ക് ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാം. കുക്കർ ചിക്കൻ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം ഇത് മയോണൈസ് ഉണ്ടാക്കാനുള്ള സാധനം. നീയാണ് അതിനകത്ത് എക്സ്പെർട്ട്, നീ അങ്ങ് ചെയ്യും. ഓക്കെ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണമല്ലോ. അപ്പൊ ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മള് അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. കഴുകലിന്റെ എക്സ്പേർട്ടുകാരിയുടെ കൊടുത്തായിരുന്നേ കഴുകാന്. കഴുകി കുളിപ്പിച്ച് താട്ടെ കൊച്ചിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇയാളുടെ കഴുകല്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ദണ്ട കാണിച്ചു തരാം. ചുവന്നുള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, മല്ലിയില, പിന്നെ ഒരു മാഗി ക്യൂബ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കാം. എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് മാഗി ക്യൂബ് ഇട്ട് അരയ്ക്കുമായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇനി അതിനകത്ത് മസാലകളെല്ലാം കൂടെ ചേർക്കാം. അപ്പൊ ഇത് ഞങ്ങളുടെ കല്യാണിക്കുട്ടി. കണ്ടില്ലല്ലോ, വീഡിയോയിലുണ്ടോടാ? പറഞ്ഞു. തൈര് ഫ്രിഡ്ജിൽ ഇരുന്ന് കട്ടിയായി പോയി. നമ്മുടെ മസാലക്കകത്ത് തൈര് കുറച്ച് ആഡ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്യാം. വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു എത്ര മണിക്കൂർ? ഒരു 45 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമുക്ക് ഈ കുക്കർ ചിക്കന് മയോനൈസ് ഉണ്ടാക്കണമല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ടയുടെ വെള്ളയും, ഒരു 2 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് വിനാഗിരി, ഒരടപ്പ്, പിന്നെ ഒരു നുള്ളു ഉപ്പ് നമ്മൾ കൂടിപ്പോയ പ്രശ്നം. അപ്പൊ ഒരു നുള്ളു ഉപ്പും ഒരു ലേശം പഞ്ചസാര, ഒരു ലേശം പഞ്ചസാര, ഇപ്പൊ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഉപ്പ് മതി. അപ്പൊ നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇതിന്റെ മെയിൻ സാധനം ഉണ്ട്, സൺഫ്ലവർ ഓയിൽ. ഓക്കെ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അതെപ്പോഴാ? അപ്പൊ നമുക്ക് മയോനൈസ് റെഡി ആയിട്ടുണ്ട്. ഏതാ? കൊച്ചിയിലെ കൊച്ചലിക്ക് തോണിമയ്ക്ക് കണ്ടിരുന്ന ചമ്മരത്ത് ഇറങ്ങിക്കൊണ്ട് വെച്ചേ കൊണ്ട് ചെന്ന് വെച്ച് കാത്തു കാത്തുവിന്റെ കൂത്ത് ഓർത്തു നോക്കൊടിക്കാത്ത് ലൈക്ക് സബ്സ്ക്രൈബ്. എന്താ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. കല്യാണി. അപ്പൊ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കുക്കറിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മള് കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതെല്ലാം മസാല എല്ലാം ചേർത്ത് നമ്മൾ കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു വിസില് മതി. എന്തായാലും നമുക്ക് ഒരു വിസിൽ കേൾക്കാം. അപ്പൊ ചിക്കൻ കുറച്ച് നന്നായി വേവും. അപ്പൊ ഓക്കെ, കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിനകത്ത് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പൊ ഇത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളിത് മസാലയാക്കാൻ പോകുന്നത്. ഈ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മസാലയാക്കാം.
നമ്മളിതിങ്ങനെ എടുത്തിട്ട് നമ്മൾ കുക്കർ ചിക്കൻ എടുത്ത് കുറച്ച് മയോനൈസ്, കുറച്ച് ടൊമാറ്റോ സോസ് ഒക്കെ എടുത്തതണ്ട കുക്കർ ചിക്കൻ റെഡി.